ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മോനിഷ. ഇന്ന് എൻ്റെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചേച്ചി വേറൊരാളുടെ കൂടെ റൂമിൽ. ഇതാണ് എൻ്റെ ചേച്ചി മോഹിനി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഒരേ വീട്ടിലെ തന്നെ ചേട്ടനെയും അനിയനെയാണ് കല്യാണം കഴിച്ചത്. അവർ രണ്ടുപേരും ഒന്നിച്ച് ബിസിനസ്സാണ്. ഒരു ദിവസം ഷോപ്പിങ്ങിന് പോകാം എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു കേട്ട് ഞാൻ ഒരുങ്ങി വന്നു. വന്നപ്പോൾ ചേച്ചി പറയാ, ചേച്ചിക്ക് വയ്യ, നീ പോയിട്ട് വരാമെന്ന്. അപ്പോഴത്തേക്കും ഡെലിവറി ബോയ് വന്നു. എന്നാൽ എന്തായാലും ഒരുങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഷോപ്പിങ്ങിന് പോയി. ചേച്ചി പറഞ്ഞ് ഞാൻ പിസ്സ ഓർഡർ ചെയ്തായിരുന്നു, അതുകൊണ്ട് വന്നതാ, നീ പോയിട്ട് വാ, നമുക്കൊന്നിച്ച് കഴിക്കാം. പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടു. ഞാൻ അവളോട് പറഞ്ഞു, എടി നീ എവിടെയാണ്, നിന്നെ കാണാനില്ലല്ലോ. അവൾ പറഞ്ഞു, എൻ്റെ കെട്ടിയവന് ഞാൻ എപ്പോഴും അടുത്ത് വേണം, നിങ്ങളുടെ കെട്ടിയവന്മാരും വരട്ടെ, പോയിട്ട് കുറേ നാളായല്ലോ. കെട്ടിയവന്മാർ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തു, ഭാര്യയോടുള്ള താല്പര്യം കുറഞ്ഞു. അവളുടെ ആ പറച്ചിൽ കേട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു. എൻ്റെ മുഖം മാറിയത് കണ്ടപ്പോൾ അവൾ പറയുക, എടി ഞാൻ പൊതുവെ പറഞ്ഞതാണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണെടുത്ത് നോക്കി, കെട്ടിയവനെങ്ങാനും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഫോൺ ബാഗിൽ വെച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഷോപ്പിങ്ങിന് പോകാനുള്ള കാശ് എടുത്തിട്ടില്ല. ഞാൻ പിന്നെ പതിയെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഡോറെല്ലാം തുറന്നു കിടക്കാണ്. ചേച്ചിയെ കാണാനില്ല. ഡെലിവറി ബോയ് കൊണ്ടുവന്ന പിസ്സ അവിടെയുണ്ട്. ഡെലിവറി ബോയുടെ ബാഗും തൊപ്പിയും എല്ലാം അവിടെയുണ്ട്. ഞാൻ വിചാരിച്ചു, ഇതെല്ലാം വെച്ചിട്ട് ഇവനിത് എവിടെ പോയി? അപ്പോൾ ചേച്ചിയുടെ റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടു, ആരൊക്കെയോ സംസാരിക്കുന്ന പോലെ. ഞാൻ പതിയെ കതക് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചിയെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. എനിക്ക് നല്ല ദേഷ്യം തോന്നി. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ പരിപാടി. എന്നെ കണ്ടതും അവർ ചാടി എണീറ്റു. ഞാൻ റൂമിലേക്ക് കയറി ചെന്നു. എന്നെ കണ്ടതും ഡെലിവറി ബോയ് ഇറങ്ങി റൂമിൽ നിന്ന് ഓടി. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ പരിപാടി. ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. ചേട്ടൻ വരുമ്പോൾ ഞാനിത് പറയും. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ചേട്ടനും ഇതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് പോവാറുണ്ട്. ഇതൊന്ന് അവർ രണ്ടുപേരും ഒന്നിച്ചാണ് പോവാറെന്ന്. എനിക്കത് കേട്ട് നല്ല ദേഷ്യം വന്നു. നിങ്ങളുടെ കെട്ടിയവനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരിക്കും, പക്ഷേ എൻ്റെ ആളെ എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ പറയുന്ന കേട്ട് നീ വിശ്വസിക്കണ്ട. നാളെ വരുമ്പോൾ നീ എന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്ക്, എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ചേച്ചിയുടെയും എൻ്റെയും കെട്ടിയന്മാർ വന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. സന്തോഷിക്കാറായിട്ടില്ല. നാട്ടിലേക്ക് ബിസിനസ് മാറ്റുന്നതിൻ്റെ ആവശ്യമായിട്ട് കുറച്ച് ദിവസം കൂടെ മാറി നിൽക്കേണ്ടതുണ്ട്. അപ്പം തന്നെ എനിക്ക് എന്തോ സംശയം പോലെയായി. ചേച്ചി പറഞ്ഞത് ഇനി സത്യമായിരിക്കും. അവർ ബിസിനസ് മാറ്റാൻ ഇന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ആള് കുളിക്കാൻ കയറിയപ്പോൾ ആളുടെ ബാഗും പേഴ്സും എല്ലാം പരിശോധിച്ചു. പേഴ്സിൽ നിന്നും അങ്ങനെയുള്ള കുറച്ച് ലേഡീസിൻ്റെ നമ്പർ കിട്ടി. എനിക്ക് ഉറപ്പായി ചേച്ചി പറഞ്ഞത് സത്യമാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ചേച്ചി പറഞ്ഞെല്ലാം സത്യമാണ്. ഇവർ രണ്ടുപേരുമാണ് ഒന്നിച്ചെല്ലാം ചെയ്യുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാണ്? അവർ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാം. ഡെലിവറി ബോയ്, അവനെ നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മളെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കും. പതിപോലെ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ പോലീസും എല്ലാവരും ഉണ്ടായിരുന്നു. ഡെലിവറി ബോയ് അനക്കമില്ലാതെ കിടക്കുന്നു. അപ്പോൾ ചേച്ചിയുടെ കെട്ടിയവൻ വന്ന് പറഞ്ഞു, ഞാനാണ് ഇവൻ്റെ കാര്യം തീരുമാനമാക്കിയത്. ഇന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ ഉന്തും തള്ളുമായി. ഇതിൽ ഡെലിവറി ബോയ് അവിടെ വീണ് അവൻ്റെ ബോധം പോയി. നാട്ടിലേക്ക് ബിസിനസ് മാറ്റാനുള്ള ആവശ്യത്തിന് ഞങ്ങൾ പോയതായിരുന്നു. എല്ലാം ശരിയായതായിരുന്നു. ഇവള് കാരണം എല്ലാം നശിപ്പിച്ചു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.